ഹലോ ഫ്രണ്ട്സ്, നമ്മളെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ മറ്റൊന്നുമല്ല, ഒരു 4 മണി പലഹാരമാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളെ ഇന്നത്തെ റെസിപ്പിയിൽ വെറും 3 ഐറ്റം വെച്ചാണ് നമ്മൾ പലഹാരം ഉണ്ടാക്കുന്നത്. മുട്ട, ബ്രെഡ്, പിന്നെ ആവശ്യത്തിന് എണ്ണ, ഓയിൽ. അപ്പോൾ ഇങ്ങനെ ഈ 3 ഐറ്റം വെച്ചാണ് ഇന്നത്തെ നമുക്ക് പലഹാരം ഉണ്ടാക്കുന്നത്. ഇതൊരു 4 മണി പലഹാരമാണ്. ഇത് വളരെ ടേസ്റ്റുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കാദ്യം ബ്രെഡ് അഴിച്ചു വയ്ക്കാം. ബ്രെഡ് എടുത്തിട്ട് ഇനി നമുക്കാവശ്യം മുട്ടയാണ്. അപ്പോൾ ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 3 മുട്ടയും 1 ഇഞ്ച് പൊട്ടിച്ച് ഒഴിക്കുക, ഒരു പാത്രത്തിൽ പൊട്ടിച്ചൊഴിക്കുക. അപ്പോൾ മുട്ട ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇടുക. നമുക്ക് ആ മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പ് കൂടെ അതിൽ ചേർത്ത് കൊള്ളുക. ചേർത്തിട്ട് നല്ല രീതിക്ക് അത് ഇളക്കുക. അപ്പോൾ നല്ല രീതിക്ക് ഒരു സ്പൂണോ എന്തെങ്കിലും കൊണ്ട് നല്ല രീതിക്ക് ഇളക്കുക. നല്ല രീതിക്ക് അത് മിക്സായി വരണം. അതുകൊണ്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ബ്രെഡ് മുക്കോട് മുക്ക് ചേർത്ത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ആവശ്യത്തിന് ഉള്ള ബ്രെഡ് അത്രയും ഇതുപോലെ കട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ബ്രെഡെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ മൊത്തം 5 ബ്രെഡാണ് കട്ട് ചെയ്തിരിക്കുന്നത്. 10 പീസുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മളിന്ന് റെഡിയാക്കി എടുക്കുന്നത്. നമുക്കത് ഇനി ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്യാസ് കത്തിക്കാം. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി ചൂടായാൽ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഓയിൽ നമുക്ക് ഏതാണ് കയ്യിലുള്ളത് ആ ഓയിൽ ഒഴിച്ച് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ ഓയിൽ ഒഴിക്കാൻ പോവുകയാണ്. നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചാൽ മതി. അപ്പോൾ ഇനി ഓയിൽ നല്ല ചൂടായിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്കിനി അതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളത് ബ്രെഡ് മുക്കിയെടുക്കാൻ പാകത്തിനുള്ള ഒരു പാത്രത്തിൽ മുട്ട ഒഴിച്ചെടുക്കുക. എന്നിട്ട് ബ്രെഡ് കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് എടുക്കുക. അത് നമ്മൾ 2 സൈഡും മറിച്ചും തിരിച്ചും ആ മുട്ടയിൽ മുക്കിയെടുക്കുക. എന്നിട്ട് ആ ചൂടായ ഓയിലിലിട്ട് നമ്മളതിനെ ഇട്ട് കൊടുക്കുക. ഇട്ട് അത് കരിഞ്ഞു പോകാതെ നല്ല രീതിക്ക് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ
ഒരെണ്ണം ഇട്ടിട്ടുണ്ട് ഫ്രൈ ചെയ്യാൻ. അപ്പോൾ നമുക്കതിനെ ഫ്രൈ ചെയ്തെടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. എന്നിട്ട് നമുക്കതിൽ സൗകര്യം ഉള്ളതനുസരിച്ച് 1 or 2 വെച്ച് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിതാ ഒരെണ്ണം ആദ്യം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പരുവത്തിന് ചുവന്ന് വരുമ്പം എടുക്കണം. അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ ഒരു സൈസ് പലഹാരമാണിത്. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് തീരാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഫ്രൈ ചെയ്ത് വച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളെല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ കഴിക്കുന്നത് തേയിലയും ഈ സ്നാക്സുമാണ്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാവരും ഈ ഒരു സ്നാക്സ് ഒരിക്കലെങ്കിലും ഉണ്ടാക്കി കഴിച്ച് നോക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നന്നായി സൂപ്പറായിരിപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് കഴിച്ച് നോക്കുക, അഭിപ്രായം പറയുക.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും താങ്ക്സ്.